എല്ലാവർക്കും മേജർ ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവിസിബിൾ മാജിക് ഇങ്ക് ആണ്. അതായത് ഈ ഇങ്ക് കൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് തെളിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ഹീറ്റ് അപ്ലൈ ആയിട്ട് വരും. അപ്പോൾ ഇതൊരു മാജിക് ഇങ്കാണ് ആക്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ ഇൻവിസിബിൾ മാജിക് ഇങ്കിന്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ഷീറ്റ് പേപ്പർ, ഒരു ചെറുനാരങ്ങ, ഒരു ബൗൾ, ഒരു നൈഫ്, ഒരു ലൈറ്റർ, പിന്നീട് ഒരു ടൂത്ത് പിക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ, ഒരു ബൗൾ, പിന്നീട് ഒരു നൈഫ്, ഇത്രയും സാധനങ്ങൾ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങ നേർപകുതിയായിട്ട് മുറിക്കുക. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് തന്നെ മുറിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ചെറുനാരങ്ങ മുറിച്ചതിന് ശേഷം 2 ചെറുനാരങ്ങയും നല്ല രീതിയിൽ തന്നെ ആ ഒരു ബൗളിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. പിഴിഞ്ഞൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒരു അരി ആ ഒരു ബൗളിൽ വീഴാതെ വേണം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ. മാക്സിമം അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻവിസിബിൾ ഇങ്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചൊന്ന് എഴുതി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഈർക്കലോ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇങ്കിൽ മുക്കി ഇതേപോലെ പേപ്പറിൽ എഴുതി നോക്കാം. പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഇൻവിസിബിൾ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പേന വെച്ച് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ക് പെന്നിലോ അല്ലെങ്കിൽ ഫൗണ്ടൻ പെന്നിലോ നിറച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഇങ്ക് തെളിഞ്ഞു വരുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇങ്ക് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് തെളിഞ്ഞ് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെയിമിന് മുകളിലായിട്ട് ഈ ഒരു പേപ്പർ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇതേപോലെ ഈ ഒരു ഫ്ലെയിമിന് മുകളിലായിട്ട് പേപ്പർ ഇതേപോലെ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലെയിമിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മുടെ പേപ്പർ കാണിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ബേണായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ അക്ഷരങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ ഇൻഡക്ഷൻ ഗ്യാസ് സ്റ്റൗ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ വെച്ചും ഇതേപോലെ ചെയ്യാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ ബെറ്റർ, കാരണം പേപ്പർ ബേണായി പോവില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.